Look guys, good morning. Day 3. ഇന്ന് ഡേ കഴിയാൻ പോവാണ് അല്ലേ? ഓൾമോസ്റ്റ് കഴിയാൻ പോവാണ്. ഇന്നും കൂടെ ഉള്ളൂ. പിന്നെ എന്താണ് ഇന്നും കൂടെ ഉള്ളൂ. ഇന്ന് കംപ്ലീറ്റ് ഉണ്ട്. നാളെ മോർണിംഗ് അല്ലേ വരെ അടുത്ത ഫ്ലൈറ്റ് ടു ഗോവ. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂബയിൽ പോവാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഞങ്ങളുടെ ചേച്ചിയാണ് സ്കൂബ. ഞാൻ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റിലാണ്. അപ്പോൾ എന്താ പറയാ, വെരി മച്ച് എക്സൈറ്റഡ്. ജസ്റ്റ് നമ്മളിങ്ങനെ എന്താണ് ടയറൊക്കെ അടിച്ചടി, നല്ല ടയർ അടിച്ച് നോക്കി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇത്? ഈ ഡിഫറൻസ് മനസ്സിലായോ? കാണുന്നുണ്ടോ നിങ്ങളിത്? എൻ്റെ അവസ്ഥ കണ്ടോ? ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും ടൈം. അടുത്ത തവണ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. സോ സെക്കൻഡ് ഡേ, തേർഡ് ഡേ ഇൻ ലക്ഷദ്വീപ്. നമ്മളിപ്പോ പോകുന്നത് സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോവാണ്. അതെ, അപ്പുറത്തെ ബേക്കിൽ വേറൊരു വോയിസ് ഓവർ ഉണ്ടാക്കട്ടുള്ളൂ. ഞാനായിട്ടൊന്നും പറയാം. നമ്മൾ എല്ലാരും സ്കൂബ മോഡിലാണ്. യെസ്, ഫുൾ എക്സൈറ്റ്മെന്റ്. ഇന്നലെ സ്നോർക്കിംഗ് ചെയ്തു, നമ്മൾ സ്കൂബ ചെയ്തു. നാളെ നമ്മൾ ഫ്ലൈറ്റ് കയറും, തിരിച്ചു പോകും. ഫൈനലി നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഗൈസ്, എന്താണ് പറയാനുള്ളത്? എന്തും ഇവർക്ക് ഇവിടെ നേരത്തെ ലാൻഡ് ചെയ്തായിരുന്നു. പൂച്ചക്കുട്ടിയുടെ അപ്പോൾ നിങ്ങൾ ലാഡർ വഴി വെള്ളത്തിലേക്ക് ഇറങ്ങും. എന്നിട്ട് നിങ്ങളെ കിക്ക് ചെയ്യിപ്പിക്കുന്നതാണ് വെള്ളത്തിൽ. ഓക്കെ, നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ബ്രീതിങ് പ്രാക്ടീസ് ചെയ്യും സർഫേസിന്റെ അവിടെ. എന്നിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ പെയ്യെ വെള്ളത്തിന്റെ അടിയിലേക്ക് ഡിസെൻഡ് ചെയ്ത് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഫോം ഫിൽ ചെയ്തെന്ന് വെച്ചാൽ പിടിച്ച് മുക്കത്തൊന്നുമില്ല. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ അറിയേണ്ട കാര്യം, നമുക്ക് ചില സിഗ്നൽസ് ഉണ്ട് വെള്ളത്തിന്റെ അടിയിൽ. ഓക്കെ, നിങ്ങളുടെ ഇൻസ്ട്രക്ടർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ചോദിക്കും, ആർ യു ഓക്കെ? ഓൾറൈറ്റ്. ഇപ്പൊ നിങ്ങൾ 100% ഓക്കെ ആണെങ്കിൽ യു ഗോയിങ് ടു റെസ്പോണ്ട് ബാക്ക് വിത്ത് ദ സെയിം സിഗ്നൽ, യെസ് ഐ ആം ഓക്കെ. ഇപ്പൊ അഥവാ ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നിയാ നോട്ട് ഓക്കെ, ഇതാണ് സിഗ്നൽ. ഓക്കെ, നോട്ട് ഓക്കെ. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് എന്താ വായിക്കാത്തിരിക്കുന്നത് ശരിയായില്ല, ചെവിയുടെ ശരിയായില്ല, എന്താണെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് നോട്ട് ഓക്കെ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, പിന്നെ മേളിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെ കാണിക്കുക, താഴേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ കാണിക്കുക. ഓൾറൈറ്റ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എല്ലാ 1/2 മീറ്റർ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുമ്പോൾ പ്രഷർ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും, വെള്ളത്തിന്റെ പ്രഷർ. ആ പ്രഷർ നമുക്ക് ആദ്യം തോന്നാൻ പോകുന്നത് ചെവിയുടെ അവിടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് വേദന ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇക്വലൈസേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 2 വിരലുണ്ട്, മൂക്ക് അടച്ചു പിടിക്കുക ടൈറ്റായിട്ട്, വാ അടച്ചു വെക്കുക. എന്നിട്ട് മൂക്കിൽ കൂടെ ശ്വാസം വിടാൻ നോക്കുക. ശ്വാസം പോവോ? ഇല്ല, കാരണം നമ്മൾ മൂക്ക് ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രഷർ സെറ്റ് ആയിക്കോളും. ഓക്കെ, ഇപ്പൊ ഒന്ന് എല്ലാവരും ചെയ്താൽ നിങ്ങൾക്ക് ചെവി അടയുന്ന പോലെ, ഒരു ചെവിയോ 2 ചെവിയോ അങ്ങനെ അടയുന്ന പോലെ തോന്നും. ആവുന്നുണ്ടോ? ഓക്കെ, ആവുന്നുണ്ടോ? ഇനി അഥവാ ഈ മൂക്ക് പിടിച്ചുള്ള ടെക്നീക്ക് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ ഉമിനീരിറക്കാം, അതും വേറെ ടെക്നിക്കാണ്. ഓക്കെ, ഉമിനീര് നിങ്ങൾക്ക് ഇറക്കാം. പിന്നെ ഇതായിരിക്കും നിങ്ങൾ മുഖത്ത് വെക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ കണ്ണും മൂക്കും ഈ മാസ്കിൽ കവേർഡ് ആയിരിക്കും. ഓൾറൈറ്റ്. അപ്പൊ ഈ ഇവിടെ മൂക്കിൻ്റെ അവിടെ ശ്രദ്ധിച്ചാൽ ഭയങ്കര ഫ്ലെക്സിബിൾ. അപ്പൊ ഇതിന്റെ മേളിൽ കൂടെ തന്നെ നിങ്ങൾക്ക് മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് ഈക്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനായിട്ട് മാസ്ക് ഒന്ന് ഊരരുത് വെള്ളത്തിന്റെ അടിയിൽ. ഓക്കെ, പിന്നെ മൂക്കിന്റെ ഇവിടെ കവേർഡ് ആയ കാരണം നമ്മൾ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ നോക്കിയാൽ എന്തായാലും ശ്വാസം മുട്ടുന്ന പോലെ തോന്നും, കാരണം മൂക്ക് ഇവിടെ അടഞ്ഞിരിക്കുകയാണ്. അത് കാരണം സ്കൂബ ഡൈവിംഗിൽ വി ഡു ഓൺലി മൗത്ത് ബ്രീതിങ് എന്ന് വെച്ചാൽ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ഒക്കെ വായിലാണ്. ഈ ഒരു സാധനമായിരിക്കും നിങ്ങളുടെ വായിക്കകത്ത് വെക്കാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് ഇൻഹേലും എക്സ്ഹേൽ രണ്ടും ഇതിൽ കൂടെ ആയിരിക്കും. മൂക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. മൂക്ക് അഥവാ നിങ്ങൾ ശ്വാസം എടുക്കാൻ നോക്കിയാൽ സഫോക്കേഷൻ പോലെ തോന്നും, ശ്വാസം വിട്ടാൽ ചെറുതായിട്ട് ഇതിൽ കൂടെ വെള്ളം കയറും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം വായിക്കൂടെ തന്നെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇക്വലൈസേഷൻ നമ്മൾ
എല്ലാവരും 1/2 മീറ്റർ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഇൻസ്ട്രക്ടർ അതിനുള്ള സിഗ്നൽ ഇങ്ങനെ കാണിക്കും എന്ന് വെച്ചാൽ പിഞ്ച് യുവർ നോസ് ആൻഡ് ബ്ലോ എയർ ഔട്ട്. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇങ്ങനെ പമ്പ് ചെയ്യരുത്. അത് ബട്ടൺ ഒന്നുമല്ല. നിങ്ങൾ ഒരു മേളിൽ ഒരു പ്രാവശ്യം ചെയ്തെന്ന് വെച്ചാൽ താഴെ ഒട്ടും ചെയ്യേണ്ടെന്നല്ല, ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ 1/2 മീറ്ററിൽ പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇക്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത് നിങ്ങൾ മൗത്ത് ബ്രീതിങ് ചെയ്തുകൊണ്ടിരിക്കുക. തേർഡ്, ഈ പവിഴപ്പുറ്റുകളൊക്കെ തൊടാൻ പോകരുത്. നല്ല ടെംപ്റ്റിംഗ് ആയിട്ട് തൊട്ട് നോക്കണം എങ്ങനെയുണ്ടെന്ന് ചെയ്യരുത്. അത് അവർക്ക് ഹാംഫുൾ ആണ്, നമുക്കും ഹാംഫുൾ ആണ്. കാരണം അത് ചില കെമിക്കൽസ് റിലീസ് ചെയ്യും. അത് ചിലർക്ക് നല്ല അലർജിയായി മാറും. അപ്പോൾ അതിന് തൊടാൻ പോകരുത്. ഓക്കെ, ഫോർത്ത് തിങ് നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾ ഇൻസ്ട്രക്ടർ എന്ത് പറയുന്നു അതുപോലെ കേൾക്കുക. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ എക്സ്പീരിയൻസ് ഉണ്ട്. സോ പ്ലീസ് ട്രസ്റ്റ് us and have a great time. Okay? Any doubts? എല്ലാരും റെഡി ഫോർ ദി സ്കൂബ ഡൈവിംഗ്? എല്ലാരും റെഡി അല്ലേ? അല്ലേ ഓൾ സെറ്റ്? റെഡി അല്ലേ? അല്ലേ പറ. ആ കൗബോയ് തൊപ്പിയിട്ട ആളെ വിളിയും. റെഡിയാണോ? ഓൾ സെറ്റ്. അതാ നമ്മുടെ ശരണം. നിങ്ങൾ പറയും അതല്ലേ ഞാൻ ചേച്ചിനാണെങ്കിൽ ഓക്കെ. നോക്കിയായിട്ട് ശരി അതിന്റെ ബ്ലോക്കാണ്. ഇപ്പോൾ ഇതാണ്ട് സ്കൂബ ഡൈവിങ് കഴിഞ്ഞ് വന്നേല്ലോ. എൻ്റെ കണ്ണെല്ലാം കൂടെ ഞാൻ കഥകളിക്ക് എഴുതിയ മാതിരി അല്ലല്ല കാഞ്ചനം കൂടായി. നല്ല രീതിക്ക് ഡാൻ ചെയ്തിട്ടുണ്ട്. സ്കൂബിനെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല ഗൈസ്. ഈ കരഞ്ഞതും ടാനടിച്ചൊക്കെ അങ്ങോട്ട് ഞാൻ പോട്ടേന്ന് വെക്കും. ബിക്കോസ് അത്രയധികം എൻജോയ് ചെയ്ത് എനിക്ക് ഭയങ്കര പേടിയുള്ള 2 സംഗതി. ഒന്ന് വെള്ളം, പിന്നെ ഒന്ന് ഭയങ്കര ഹൈറ്റ്. ഉയരാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. പേടികളൊക്കെ മാറ്റാൻ തുടങ്ങി. ഇങ്ങനെ നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്തത്. ആൻഡ് എന്താ ഇപ്പം പറയാ, അടിപൊളി. എനിക്കിതിനെ പറ്റി കൂടുതൽ എനിക്ക് പറഞ്ഞു തരാനോടാ. നല്ല ട്രെയിനേഴ്സ് ആയിരുന്നു. എനിക്ക് വാക്കുകളില്ല ശരിക്കും ഈ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ. എൻ്റെ മുഖം കണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തിങ്ങനെ കറുത്തിരിക്കുന്നത്, ബാക്കിയൊക്കെ പുട്ടിയായിരുന്നു. പുട്ടി അടിക്കാത്തൊരു മനുഷ്യല്ല ഞാൻ. നല്ല രീതിക്ക് പുട്ടി അടിക്കും. ബട്ട് ദിസ് ഇസ് നോട്ട് ദി കളർ. കാണിച്ചു തന്നാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇതിൽ കാണാൻ പറ്റുമെന്നും എനിക്കറിഞ്ഞൂടാ. ബട്ട് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവില്ല. ശരിക്കും ഇവിടെ ഇപ്പോൾ 2 ഷെയ്ഡ് പോലെ എനിക്കിപ്പോൾ. നമ്മളിവിടെ എന്താ പറയുക, കുറച്ച് ടൈം എടുക്കും പോവാൻ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കയാക്കിംഗ് ഉണ്ട്. ഞങ്ങൾക്ക് കയാക്കിങ്ങിന് പോകണം. എന്താ റിപ്പീറ്റ്. ഇതൊക്കെ ലൈഫിൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ആരും ഇതൊന്നും മിസ് ചെയ്യരുത്. പിന്നെ ഒരു ടീംസ് ഉണ്ട്. പൈസ ഇല്ല അവിടെ പോയി തരാം. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ പോയത്. ഇതിനു വേണ്ടി എൻ്റെ 2 മാസത്തെ സാലറി ഞാൻ മാറ്റി വെച്ചേക്കുന്നത്. ഇനി 2 മാസത്തെ സാലറി പോയാൽ വഴിക്കിപ്പോൾ എന്നോട് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഇത്തിരി ഗോൾഡ് വാങ്ങി ഇട്ടൂടെ, ഇങ്ങനെ പൈസ ആക്കുന്നത് ആൾക്കാരെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ. ആൾക്കാർക്കൊക്കെ അങ്ങനെ പറയട്ടെ, അവർക്കൊക്കെ പറയേണ്ടതൊക്കെ അവർ. അല്ലെങ്കിൽ ഇവരുടെ ആരെ വായ നമുക്ക് അടക്കി വെക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം. എൻ്റെ ലൈഫിൽ കുറേ അപ്പ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ട്. ഞാൻ പല ജാതി ആൾക്കാരെ കണ്ടിട്ടുമുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്. ഇവരുടെ ഒന്നും വായ നമുക്ക് അടക്കി വെക്കാൻ പറ്റത്തില്ല. അവരൊക്കെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അവരൊക്കെ അവിടെ ഞങ്ങൾ പറഞ്ഞോട്ടെ. അവരൊക്കെ അവിടെ അങ്ങനെ പറയുമ്പോൾ നമ്മൾക്കിങ്ങനെ നാടൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തെടുക്കും. സോ അങ്ങനെ ഇനിയിപ്പോൾ നാളെ നമ്മൾ ഇവിടുന്ന് തിരിക്കും. നമ്മളിവിടുത്തെ നമ്മുടെ ഈ ലക്ഷദ്വീപ് പാക്കേജിൽ കൂടെ ഈ പാക്കേജിൽ എത്ര ഉള്ളൂ? നാളെ മോർണിംഗ് വരെയുള്ള സംഗതി ഉള്ളൂ. ഇത് മിനിയാന്ന് ഞങ്ങൾ വന്നിട്ട് അന്നത്തോടെ പിന്നെ ഇന്ന് 3 നൈറ്റ്സ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗോവയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഗോവയ്ക്ക് പോകും. ഗോവയിൽ ഒരു 1.5 ഡേ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാക്ക് ടു ഓഫീസ് പോകണം, എൻജോയ് ചെയ്യണം. എന്നെ എൻ്റെ ഈ കൊല്ലം സത്യം പറഞ്ഞ സങ്കടമുണ്ട്. ബട്ട് അത് ഞാൻ ലൈഫിൽ എനിക്ക് ഒരുപാട് ഫിയറുള്ള, ഒരുപാട് ഇഷ്ടപ്പെട്ട് പല സംഗതികളും എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്നതായതുകൊണ്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ചെയ്തുകൊണ്ട് എനിക്കത് കാണുമ്പോൾ സന്തോഷം കൂടെ ഉണ്ട്. ഓക്കെ, കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഡാർക്ക് സർക്കിൾസ് അതിൻ്റെ മുകളിൽ ഇപ്പോൾ കുറച്ച് കടിമ ചെയ്തിട്ടുണ്ട്. വേറെ കാര്യം ഇത് ഞാൻ ലൈഫിൽ ഒരു കാര്യമില്ലാണ്ട് കുറേ ടെൻഷൻ അടിച്ച് തന്നെ കുറേ ബിട്രയൽസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ സംഗതിയാണ്. പിന്നെ ഈ മുഖത്തിപ്പോൾ വന്ന് ഈ ഒരു സൺ ടൈം അത് ഞാൻ അത്രയും സന്തോഷിച്ചതിന് എനിക്ക് കിട്ടിയത് എന്നോട് ഞാനെങ്കിൽ പൊട്ടേ നിൽക്കാം. അപ്പം
എൻ്റെ സ്കൂബൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രഹിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടിപൊളിയാണ്. അതുകൊണ്ട് അവിടെയാണ് നമ്മുടെ സ്കൂബയുടെ ആ ഒരു ഓഫീസ് വരുന്നത്. പേരെന്തായിരുന്നു? അയ്യോ പേര് അമ്മാത്തിയോ അങ്ങനെ എന്തുകൊണ്ട് അമ്മത്തിയാന്ന് തോന്നുന്നു. അമ്മാത്തി കൈൻഡ് ഓഫ് എന്തോ ആണ്. അപ്പം ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ച് പറയുവാണ്, ലൈഫിൽ ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പൊക്കെ പോയിട്ട് ആക്ച്വലി ഐ ആം നോട്ട് എ ബീച്ച് ബഡി, ഐ ആം എ മൗണ്ടൻ ഗേൾ. ബട്ട് ഓൾവേസ് ഞാൻ എപ്പോഴും പറയും ബീച്ചിൻ്റെ ഒരു ഭംഗിയുണ്ട്. നമ്മുടെ നാട്ടിൽ എന്താ പറയുക വെള്ളമാസത്തെ വെള്ളമില്ല, ആ ചെളിവെള്ളം അല്ല ഇത് ക്രിസ്റ്റൽ ക്ലിയർ ബ്ലൂ എന്ന് പറയുന്നത് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോകുന്ന മാതിരി അല്ല. ബട്ട് എന്തായാലും സോൾട്ടി അറിയാം, ഞാൻ പറയണ്ടല്ലോ. പക്ഷെ എന്തുവാ ഞാൻ പറയാം ഗൈസ്, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് കുറേ കാലങ്ങൾക്ക് ശേഷം ആകെ കരിഞ്ഞു ഉണങ്ങി നാശമായി. ബട്ട് ഇത് നമ്മുടെ ലൈഫിൽ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. ഐ ടേക്ക് ദിസ് ആസ് മൈ സ്റ്റാർട്ടിങ്. ഇതെൻ്റെ ഓരോ പുതിയ തുടക്കമാവട്ടെ ഇനി വരുന്ന അപ്കമിങ് ട്രിപ്സിനൊക്കെ. അങ്ങനെ പുതിയ പ്ലാൻസ് ഒന്നുമില്ല, ബട്ട് ഡെഫിനറ്റ്ലി ഇവിടെ വന്ന് കുറേ ആൾക്കാരൊക്കെ പരിചയപ്പെട്ട സമയത്ത് എനിക്ക് മനസ്സിലായി കുറേ ഇൻഡിവിജ്വൽ ട്രാവലേഴ്സ് ഉണ്ട്, സോളോ ട്രാവലേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷേ ഇവരൊക്കെ ഒരു എക്സ്പീരിയൻസും ഇവരൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു മോട്ടീവായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ മാറ്റാനും വിടാനും പലതും പറയും. എൻ്റെ ചില ഫ്രണ്ട്സിനെങ്കിലും ഒരു വിചാരമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരത്തിനൊക്കെ ഭയങ്കര സപ്പോർട്ടില്ല. ഒരു തേങ്ങയില്ല, എന്നെ ആരും സപ്പോർട്ട് ചെയ്തിട്ടല്ല, ആരും മോളെ എന്നാ പൊക്കൊന്നും പറഞ്ഞ പൈസ കൊണ്ട് തന്നിട്ടല്ല എൻ്റെ ലൈഫിൽ ഇവരെ ഒന്നും ചെയ്തത്. അപ്പോൾ എപ്പോഴും ഫൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആവാൻ നോക്കുക. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളെ ഇഷ്ടത്തിന് വാങ്ങിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക. ഇതൊന്നും വേറെ ഒരാളെ നമ്മളൊന്നും വിഷമിപ്പിച്ചിട്ട് ചെയ്യുന്നതല്ല. പിന്നെ നമ്മളിങ്ങനെ നന്നായിട്ട് കിടക്കുമ്പോൾ നമ്മളിങ്ങനെ സന്തോഷം നടക്കുന്ന കാണുമ്പോൾ മറ്റുള്ളവർക്ക് അതിൽ സങ്കടം വരുന്നത് നമ്മളുടെ കുഴപ്പമില്ല, അവരുടെ മനസ്സിൻ്റെ ദുഷിപ്പോണ്ട് തോന്നുന്നതാണ്. അവരെ ദുഷിച്ചിരുന്നോട്ടെ. ഓക്കെ, നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കും. ബാക്കി കയാക്കിങ്ങിൻ്റെ വീഡിയോ നമുക്ക് കാണാം. അത് വലിയൊരു പ്രസംഗമായിപ്പോയി. പറ്റാറില്ല, കാണാം കേട്ടോ. അമ്മാത്തി സ്കൂബ നമ്മുടെ ടീംസൊക്കെ ഉണ്ട്. ഏട്ടാ അങ്ങനെയായിരുന്നു സ്കൂബ എക്സ്പീരിയൻസ്? ആ കുഴപ്പമില്ല, പറഞ്ഞു അടിപൊളിയായിരുന്നോ? ശരിക്കും പേടിച്ചിട്ടില്ല, കൊള്ളായിരുന്നു. ഇവിടുത്തെ ഈ അമ്മാത്തിയിലെ ട്രെയിനേഴ്സിനെ പറ്റി 2 വാക്ക്. ട്രെയിനേഴ്സ് അടിപൊളിയായിരുന്നു, നല്ല ഇൻട്രൊഡക്ഷൻ നല്ലതായിരുന്നു കിട്ടുന്നത്. പിന്നെ അവിടെ ഡൈവ് ചെയ്ത കൂടെ വന്നായിരുന്നു ചേട്ടൻ. അടിപൊളിയായിരുന്നു, ചേട്ടൻ എന്തായാലും ഇഷ്ടമായി. ഹലോ, എൻ്റെ കയാക്കിങ് സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞാൻ നീന്താൻ പഠിച്ചു ഗൈസ്. നീന്താൻ പഠിച്ചു വെച്ചാൽ ഞാൻ ആഴക്കടലൊന്നും കൊണ്ടിട്ട് ഞാൻ നീന്തി തുടിയെന്നല്ല പറഞ്ഞത്. ബട്ട് ബേസിക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നീന്തി നോക്കി. എനിക്ക് അതിനെ പറ്റി ഇവിടെ നിന്ന് വരുന്നതിൻ്റെ മുന്നേ അതൊരു വലിയ കാര്യം. കയാക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, കാരണം സ്കൂബ കഴിഞ്ഞ് വന്ന പാടെ നമ്മൾ കയാക്കിങ്ങിലോട്ട് അങ്ങ് ചാടി ഇറങ്ങി ഓടിയതാണ്. ആ സമയത്ത് ഫോണ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്നെ നോക്കൂ, ഞാൻ നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടുണ്ട്. നോട്ട് ടാൻ, എനിക്ക് സൺബോണായി ഗൈസ്, കാണുന്നുണ്ടോ? എന്നിട്ട് പിന്നെയും പോയി നിൽക്കുക വെയിലത്ത്. എനിക്ക് സൺബോൺ കിട്ടി. സോ ഞാനതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം പറയാം. നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തുകൊണ്ട് ടാൻ അടിക്കത്തില്ല, ടാൻ അടിക്കും. കാരണം ഇവിടുത്തെ വെയിൽ അങ്ങനെയാണ്, നല്ല രീതിക്ക് ടാൻ അടിക്കും. സൺബോൺ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും, ഒരു പരിധി വരെ. അതായത് ഇതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളിവിടേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. എന്ന് വെച്ചാൽ ഇതുള്ളതുകൊണ്ട് നമ്മൾ വെയിലടിക്കാതിരിക്കത്തില്ല, വെയിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാവാതിരിക്കത്തില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം അത് ഏതാണ്ട് നമ്മുടെ കൂട്ടത്തിൽ 2 കപ്പിളുണ്ട്. ആ കപ്പിളെന്താ വെച്ചാൽ ഒരു കപ്പിളുണ്ടായിരുന്നു, ഇവരാണ് നമ്മുടെ ഇതിൽ വന്ന ആകെയുള്ളൊരു കപ്പിള്. ഞാൻ ഇറങ്ങി വന്നതാണ്. ഇതൊക്കെ എനിക്ക് മുക്കൊന്നും അത്രയും പോലും വെയ്യാതിരിക്കുകയാണ്. ഞാനൊരു വിധത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റത്തെ ഡേ ആണെന്ന്. അപ്പോൾ നമ്മൾ സ്കൂബ, അപ്പുറം കയാക്കിങ്, പിന്നെ കുറച്ച് നേരം ഡൈവിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. തീർച്ചയായിട്ടും നമുക്ക് ഫ്രീ ടൈം കിട്ടി. അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് ഈ പറഞ്ഞ ഫ്രീ ടൈമൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ ഇനി ക്ലാസ് പോയിട്ട് പോകാൻ അതാണ് നമുക്ക് ഇനി അവസാനത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൂടെ ഉള്ളൂ. നമ്മളിത് രാത്രി ഫിഷിങ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിഷ് ഹണ്ട്. ബട്ട് അത് നടക്കില്ല, കാരണം നാളെ ഇവിടെ എന്താണ് പെരുന്നാൾ എങ്ങാണ്ട് എന്തോ ആണ്. അപ്പോൾ പെരുന്നാൾ നമുക്ക് ഓൾറെഡി കേരളത്തിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറുമത്താർ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളൊരു പെരുന്നാൾ അവിടെ ഭയങ്കര ഗംഭീരമായിട്ട് ഇവർ ആഘോഷിക്കാറുണ്ട്. എനിക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് സ്കിൻ ബോൺ ആയിട്ടുണ്ട് കണ്ടോ. ഓക്കെ, സോ ഞാൻ ഇവിടെ കുറച്ചധികം നേരം സംസാരിച്ചിരുന്നു, ലേറ്റ് ആയിപ്പോയി. ഞാൻ വന്ന് റെഡി ആയിട്ടിരിക്കുകയാണ്. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ഓക്കെ, സോ ഐ എം കംപ്ലീറ്റ്ലി റെഡി. ഐ എം ഗോണ ബൈ.
സച്ചിനേട്ടാ ബേബി കാർ നോക്കേ. നമ്മുടെ ഈ കൂടെ ക്യാമ്പിങ്ങിന് വന്ന ഏക കപ്പിളാണ് ഇവർ. പിന്നെ 2 മൊറട്ട സിംഗിൾ, രണ്ടാമത്തെ സിംഗിൾ അത് പിന്നെ വിരാട് കോഹ്ലി. ശരൺ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ മിങ്കിളാവുമായിരിക്കും. ഇത് നമ്മുടെ ഫാത്തിമ. അതെ അതെ അതെ, ഇതാണ് നമ്മുടെ നമ്മളിവിടെ പേരറിയാത്തൊരു ദ്വീപിലേക്ക് ഈ ദ്വീപിന്റെ പേരെന്താ? അല്ല, ദ്വീപിന്റെ പേര് കൽപ്പറ്റ. എന്റെ പൊന്നോ, എന്തൊരു ഭംഗിയാവുന്നുണ്ട്. ഹായ് പറ, ഹായ് പറ, ഇടക്ക് പറയൂ. ഗായ്സ്, സത്യം പറഞ്ഞ കഴിഞ്ഞാൽ വെയിലൊക്കെ അറച്ചിട്ട് വരണം. ഇപ്പൊ എന്തൊരു സുഖമുണ്ട് ഇതിൽ പോവാനില്ലേ ശരിക്കും. ഇവിടെ 3 ടീമുണ്ട്. ഓയ് ഒന്നിങ്ങ തിരി, കോങ്ങോട്ട് ഒന്ന് തിരി. എന്ത് ഭംഗിയാ അപ്പൊ കാണാനെന്നറിയോ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. സോ എല്ലാവരും വൺസ് ഇൻ എ ലൈഫ് ടൈം ഒന്ന് ലക്ഷദ്വീപൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ വിചാരിക്കും നേരം പരപരാന്ന് വിളിക്കണു. ഞങ്ങൾ പോവുകയാണ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ പൊറുതി മതിയാക്കി പോവുകയാണ്. ആക്ച്വലി പോകാനുള്ള ടൈമായി. 6:45 നമുക്ക് നമ്മുടെ ക്യാമ്പ് വരും. ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബൈ ഗൈസ്. ഞാൻ ടെക്സ്റ്റ് ചെയ്യണ്ട വാട്സപ്പിൽ രണ്ടുപേർക്കും. അബൌട്ട് ടു ലീവ്. നമ്മൾ പോകാനായി ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഞാൻ കഴിച്ചിട്ടില്ല, ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല. എനിക്ക് രാവിലെ തന്നെ മധുരം പറ്റില്ല. അതുകൊണ്ട് എനിക്ക് മധുരം പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവർ മീൻകറി എടുത്ത് കൊണ്ടു തന്നൊക്കെയാണ്. ഇത്താത്ത ഞങ്ങൾ പോവാണെന്ന്. പക്ഷെ ഞങ്ങൾ പോയില്ലല്ലേ? ഞങ്ങളെന്താ പോണേ? എന്നാ പോണേ? ഞങ്ങള് ഒരാഴ്ച 10-ാം തീയതിയിലേക്ക് 11-ാം തീയതി വരെ ഇറങ്ങും. 11-ാം തീയതി വരെ ഇറങ്ങും. എന്നിട്ട് ഒരാഴ്ചയിലേക്ക് എന്നൊക്കെ എന്തൊരു തള്ളി മറിക്കുന്നത്. എന്താണ് ഈ 2 ദിവസം ഇവിടെ ഇരുന്നിട്ട് പരിപാടി? ഇത്രയും ഓണസ്റ്റ് ആണ്. ഇറ്റ്സ് ടു ഓണസ്റ്റ്.
ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ യു ക്യാൻ പ്രിറ്റൻഡ് കൈൻഡായിട്ട് പ്രിറ്റൻഡ് ചെയ്യൂ. നല്ല വേണ്ട തനിക്കോണാണ് കാണിക്കുന്നത്. ഇനി കൂടുതൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംഗതി കാണിച്ചു തരാം. 3 ദിവസം കൊണ്ട് എൻ്റെ ഫേസിലുണ്ടായ മാറ്റമാണത്. നിറയെ പിമ്പിൾസ് വന്നു, ടാൻ അടിച്ചു, സൺബേൺ ആയി. അതിന് കണ്ടിട്ട് താഴേക്ക് സൺബേൺ ആയി. ഞാൻ വരുന്ന സമയത്ത് ഇട്ട സെയിം ഔട്ട്ഫിറ്റ് ഞാൻ പോകുമ്പോൾ ഇട്ട എന്താ വെച്ചാൽ എനിക്ക് ആ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ. അങ്ങനെ എന്താ പറയുക, ബട്ട് അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാമല്ലോ അല്ലേ. അങ്ങനെ നമ്മുടെ പൊരുതി മതിയാക്കി നമ്മൾ പോവുകയാണ്. ഇനി ബാക്കി ഗോവയിൽ